പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പാർബോവോ സുബിയാന്റോയും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ഇന്ന് നടക്കും. വ്യാപാരം, പ്രതിരോധം, മാരിടൈം സെക്യൂരിറ്റി അടക്കം വിവിധ മേഖലകളിൽ സഹകരണത്തിന് ധാരണാപത്രം ഒപ്പിടും. പ്രധാനമന്ത്രിക്ക് ഇന്തോനേഷ്യയിൽ ഊഷ്മള സ്വീകരണം കിട്ടി. വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് മോദിയെ സ്വീകരിക്കാനെത്തിയതും വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറി. ഈ കാണുന്ന ദൃശ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ വിമാനത്തെ അനുഗമിക്കുന്ന സുഖോയ് അടക്കമുള്ള വിമാനങ്ങൾ. അത് ഇന്തോനേഷ്യ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ് സുഖോയ് വിമാനങ്ങൾ പ്രധാനമന്ത്രിയുടെ വിമാനത്തെ അനുഗമിച്ചുകൊണ്ട് അയച്ചത്. അതും ഒരു അപൂർവ കാഴ്ചയായി. മോദിയോടുള്ള രാജ്യത്തിൻ്റെ സ്നേഹം, അഭിമാനം അവർ പ്രകടിപ്പിച്ചു. VR കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, തുടർച്ചയായ സന്ദർശനങ്ങളാണ് പ്രധാനമന്ത്രിക്ക്. വിവിധ കരാറുകളിൽ ഒപ്പിടുന്നുണ്ട്. ഏതായാലും തന്ത്രപ്രധാനമായ പല കാര്യങ്ങളുടെയും വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന് കരുതാം, അല്ലേ? രഞ്ജിത്ത്, 6 ദിവസം ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി മോദി ഇന്നലെയാണ് പുറപ്പെട്ടത്. അദ്ദേഹം ജക്കാർത്തയിൽ എത്തിയിരിക്കുന്നു. ഇന്തോനേഷ്യയിൽ വളരെ ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനം ഇന്തോനേഷ്യൻ അതിർത്തിയിൽ എത്തിയത് മുതൽ, അതിർത്തിയിൽ പ്രവേശിച്ചത് മുതൽ ഇന്തോനേഷ്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ നരേന്ദ്രമോദിയുടെ വിമാനത്തിന് അകമ്പതി സേവിക്കുകയും ചെയ്തിരുന്നു. ഇന്തോനേഷ്യൻ വ്യോമസേനയുടെ ഒരു സുഖോയ് 30 വിമാനവും ഒരു F-16 വിമാനവുമാണ് മോദിയുടെ വിമാനത്തിന് അകമ്പടിയായി എത്തിയത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പം മുൻപ് കണ്ടത്. അത്തരത്തിൽ വലിയ തോതിൽ ആവേശകരമായ സ്വീകരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്തോനേഷ്യയിൽ ലഭിച്ചത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടക്കും. പ്രധാനമായും പ്രതിരോധം, ഊർജ്ജം, അതോടൊപ്പം തന്നെ മാരിടൈം സെക്യൂരിറ്റി അടക്കമുള്ള വിഷയങ്ങളിലാണ് ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നിർണായകമായി നടക്കുക. ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ ധാരണാപത്രങ്ങളിൽ ഒപ്പിടുകയും ചെയ്യും. പ്രതിരോധ രംഗത്തെ നിർണായക ചർച്ചകളാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ അത് ഇന്തോനേഷ്യയ്ക്ക് കൈമാറുന്നതിലടക്കം നിർണായക ചർച്ചകൾ നടക്കും. ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇത് സംബന്ധിച്ച പ്രതികരണം കഴിഞ്ഞ ദിവസം നടത്തുകയും ചെയ്തിരുന്നു. അതായത്, നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വലിയ തോതിൽ ബ്രഹ്മോസ് മിസൈലുകൾക്ക് പ്രചാരം വർദ്ധിച്ചിട്ടുണ്ട്. അതുമുതലാണ് ചർച്ചകൾ സജീവമായത്. ആ ചർച്ചകളുടെ ഒരു തുടർ ചർച്ചകളാവും ഇത് നടക്കുക. ഇന്ത്യ ഇന്തോനേഷ്യയ്ക്ക് ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ കൈമാറുന്നതിലടക്കം നിർണായക ധാരണാപത്രങ്ങളിൽ ഇന്ന് ഒപ്പിടുമോ എന്നതാണ് കാത്തിരിക്കേണ്ടത്. മറ്റൊന്ന്, അപൂർവ ധാതുക്കളുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ്. ലോകത്തിലെ തന്നെ 21% നിക്കൽ ശേഖരമുള്ള രാഷ്ട്രമാണ് ഇന്തോനേഷ്യ. കോപ്പർ, ബോക്സൈറ്റ്, ടിൻ അടക്കമുള്ള ഉൽപ്പാദനവും ഇന്തോനേഷ്യയിൽ കൂടുതലാണ്. ഇക്കാര്യങ്ങളിലൊക്കെ വ്യാപാര രംഗത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണ കരാറിൽ ഒപ്പുവെക്കും എന്ന വിവരങ്ങളും പുറത്തുവരുന്നു. മാത്രമല്ല, ഇന്തോനേഷ്യയിലെ പ്രധാന ശിവക്ഷേത്രവും ഇന്ന് മോദി സന്ദർശിക്കും. മോദിക്കൊപ്പം ഇന്തോനേഷ്യൻ പ്രസിഡന്റും ഉണ്ടാകും. അവിടെ നിന്ന് ഓസ്ട്രേലിയയിലേക്കാണ് അദ്ദേഹം പോവുക. മെൽബണിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം സന്ദർശിക്കും. അതോടൊപ്പം തന്നെ വ്യവസായികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. മറ്റൊന്ന്, ഏറ്റവും നിർണായകമായ ഈ 3 ലെഗ് ടൂറിൻ്റെ ഏറ്റവും അവസാനം ന്യൂസിലൻഡിലാണ്. ന്യൂസിലൻഡ് ഒരു 40 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. അത്തരത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സന്ദർശനം കൂടിയാണ്. എന്തായാലും മോദി ഇന്തോനേഷ്യയിൽ എത്തിയിരിക്കുന്നു. ഇന്ന് നിർണായകമായ ഉഭയകക്ഷി ചർച്ചകൾ നടക്കും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് നേരിട്ടെത്തി മോദിയെ സ്വീകരിച്ചിരിക്കുന്നു. പ്രതിരോധം, ഊർജ്ജം, അതോടൊപ്പം തന്നെ ഭക്ഷ്യം, മാത്രമല്ല മാരിടൈം സെക്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും നിർണായക ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും. രഞ്ജിത്ത്, കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മോദിക്ക് ആവേശകരമായ സ്വീകരണമാണ് ഇന്തോനേഷ്യയിൽ കിട്ടിയത്. ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അവരും മോദിയെ തൊട്ടതിൻ്റെ ആവേശത്തിലാണ്. तो आपने देखा कि किस तरह से प्रधानमंत्री का स्वागत किया। കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.